നല്ല പോരാട്ടം പോരാടിയോട്ടമോടിടാം. വല്ലഭന്റെ നല്ല പാത പിന്തുടർന്നിടാം. നല്ല പോരാട്ടം പോരാടിയോട്ടമോടിടാം. വല്ലഭന്റെ നല്ല പാത പിന്തുടർന്നിടാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടിയോട്ടം തികയ്ക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടിയോട്ടം തികയ്ക്കാം. ഓട്ടക്കാലത്തിലോടുന്നോരനേകരെങ്കിലും ബിരുദു പ്രാപിക്കുന്നോനേകൻ മാത്രമല്ലയോ. ഓട്ടക്കാലത്തിലോടുന്നോരനേകരെങ്കിലും ബിരുദു പ്രാപിക്കുന്നോനേകൻ മാത്രമല്ലയോ. പിന്നിലുള്ളതൊക്കെയും മറന്നു പോയിടാം. മുന്നിലുള്ള ലാക്കിലേക്കു നേരെയോടിടാം. പിന്നിലുള്ളതൊക്കെയും മറന്നു പോയിടാം. മുന്നിലുള്ള ലാക്കിലേക്കു നേരെയോടിടാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടിയോട്ടം തികയ്ക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടിയോട്ടം തികയ്ക്കാം. ഏതു നേരത്തും പിശാചിടച്ച ചെയ്തിടും. ഭീതി വേണ്ട ദൂതരുണ്ടു കാത്തുകൊള്ളുവാൻ. ഏതു നേരത്തും ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം. അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഭൂമിയിൽ ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ശേഷിപ്പിച്ചു തന്നതിനാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവവചന പഠനത്തിനായി ഇപ്പകൽ എന്നെ ശ്രവിക്കുന്ന എല്ലാ മാന്യ പ്രിയപ്പെട്ടവർക്കും, പ്രത്യേകിച്ച് സയോൺ അസംബ്ലീസ് ഓഫ് ഗോഡ് ബഹുബുള്ള കുവൈറ്റിലുള്ള എല്ലാ വാത്സല്യ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രത്യേകമായ വന്ദനം അറിയിക്കുന്നു. ഫിലിപ്പിയ ലേഖനത്തെ ആസ്പദമാക്കിയുള്ള ഒരു ദൈവവചന പഠനം നടത്തി വരുവാൻ കർത്താവ് നമുക്ക് ഇത്രത്തോളം സഹായിച്ചതിനാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോസ്തലനായ പൗലോസ് കാരാഗ്രഹത്തിൽ വെച്ച് എഴുതിയ കാരാഗ്രഹ ലേഖനങ്ങളിൽ ഒന്നാണല്ലോ ഫിലിപ്പിയ ലേഖനം. അതിൻ്റെ താക്കോൽ വാക്യം എന്ന വണ്ണം പ്രധാനമായി എടുത്തു പറയത്തക്ക വാക്യം 4-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യമാണ്. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് അവിടെ കാണുന്നു. സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. പശ്ചാത്തലം കാരാഗ്രഹമാണെങ്കിലും അപ്പോസ്തലന് പറയാനുള്ളത് കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവാനാണ്. ഈ കൊറോണയുടെ കാലഘട്ടത്തിലും നമ്മുടെ ഒരു ആപ്തവാക്യമായി അത് തീരട്ടെ. കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുന്നവരാണ് ദൈവമക്കൾ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നാം അതിൻ്റെ 3-ാമത്തെ അധ്യായമാണല്ലോ പഠിച്ചു വരുന്നത്. ഏകദേശം 11 വരെയുള്ള വാക്യങ്ങൾ ചിന്തിപ്പാൻ നമുക്ക് കർത്താവ് കൃപ തന്നു. അതിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ പകുതി ഭാഗം വരെ എത്തുവാൻ ഇടയായതിനാൽ സ്തോത്രം. 3-ാം അധ്യായത്തിൻ്റെ ഒരു പശ്ചാത്തലം പറയുമ്പോൾ അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ അപ്പോസ്തലനായ പൗലോസിൻ്റെ ഭൂതകാലത്തെക്കുറിച്ച് കാണുവാൻ സാധിക്കുന്നു. 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ തൻ്റെ പ്രസന്റ് ടെൻസ് ആണ്, വർത്തമാനകാലം. 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ തൻ ഭാവിയെക്കുറിച്ച് പ്രസ്താവിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആദ്യ ഭാഗങ്ങളിൽ തൻ്റെ പഴയ നടപ്പ്, തൻ്റെ ഗോത്രം, തൻ്റെ ജാതി, ന്യായപ്രമാണം സംബന്ധിച്ച് തനിക്കുണ്ടായിരുന്ന എരിവ്, തൻ്റെ ശുഷ്കാന്തി, ഇവയെല്ലാം കാണുവാൻ സാധിക്കുന്നു. 7-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, എങ്കിലും എനിക്ക് ലാഭമായിരുന്നൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം മുമ്പുണ്ടായിരുന്ന എല്ലാം, ഭൂതകാലത്തിൽ ഉണ്ടായിരുന്ന ലാഭങ്ങളും നേട്ടങ്ങളും പ്രശസ്തികളും പദവികളും എല്ലാം ഛേദമെന്നെണ്ണി താൻ എന്തിനോ വേണ്ടി ഇപ്പോൾ ഓടുകയാണ്. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിൻ്റെ മഹത്വത്തെ ലക്ഷ്യമാക്കി താൻ ഓടുന്ന രംഗമാണ്. അതിൻ്റെ വർത്തമാനകാലത്തെ അനുഭവമാണ് 11ന്റെ പകുതി മുതൽ 12-ാം വാക്യം മുതൽ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ചിന്തയിലേക്ക് കടന്നു വരട്ടെ. സ്തോത്രം. 11ന്റെ പകുതി മുതൽ വായിക്കുന്നു. ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായോ എന്നോ അല്ല, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നേ ഉള്ളൂ. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒത്തിരി കാര്യങ്ങൾ അതിൻ്റെ അകത്ത് പറയുവാൻ ഉണ്ടെങ്കിലും ഒരു ചെറിയ ഭാഗം ഈ ക്ലാസ്സിൽ ചിന്തിപ്പാൻ
കർത്താവിന്റെ മഹാകരുണയിൽ ഞാൻ ശരണപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറഞ്ഞ്, ലഭിച്ചു കഴിഞ്ഞോ എന്നോ തികഞ്ഞവനായോ എന്നല്ല ഞാൻ എന്നെക്കുറിച്ച് കരുതുന്നു. പലരും തങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു ക്രിസ്തീയ ജീവിതമാണ്. ഭൗതിക തലത്തിൽ പലപ്പോഴും നമുക്ക് സാറ്റിസ്ഫൈഡ് ഇല്ല, എന്നാൽ ആത്മീക തലത്തിൽ വളരെ സാറ്റിസ്ഫൈഡാണ്. ഇന്ന് അങ്ങനെ തൃപ്തിയോടുകൂടെ എല്ലാം നേടി, സ്നാനപ്പെട്ട് കഴിഞ്ഞതോടുകൂടെ, അഭിഷേകം പ്രാപിച്ചതോടുകൂടെ, ഒരു ദൈവവേദന എന്നുള്ള നാമം കിട്ടിയതോടുകൂടെ എല്ലാം കഴിഞ്ഞു, മതി എന്നുള്ളൊരു തൃപ്തിയിലാണ്. എന്നെ കുറിച്ചുള്ള ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ദൈവമുമ്പാകെയുള്ള കടപ്പാടുകളെല്ലാം പൂർത്തീകരിക്കപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണെങ്കിൽ സ്തോത്രം. പ്രിയരെ, ചിലപ്പോൾ ഈ വചന പഠനത്തിൽ നിങ്ങൾക്കൊന്നും ലഭിക്കത്തില്ല. എന്നാൽ നമ്മുടെ ആത്മീക നിലവാരത്തെ ഓർത്ത്, കർത്താവെ ഞാൻ ഒന്നും ആയിട്ടില്ല, ഇനിയും എനിക്ക് വളരേണ്ടതായിട്ടുണ്ട് എന്നുള്ളൊരു മനോഭാവത്തോടുകൂടെ ഇപ്പകലായിരിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവിന് ഇപ്പകലും നമ്മളോട് സംസാരിപ്പാനുണ്ട്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്റെ ഗിരിപ്രഭാഷണത്തിൽ തന്റെ അരുമ ശിഷ്യന്മാരോട് പറയുമ്പോൾ ആദ്യമേ ഇങ്ങനെ പറയുന്നു, ബ്ലെസ്സഡ് ആർ ദ പൂർ ഇൻ സ്പിരിറ്റ്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്ക് ഉള്ളത്. ഒരു ശൂന്യാവസ്ഥ. ഇത് ഒരു വിശുദ്ധമായിട്ടുള്ള ഒരു സ്തോത്രം, ഹല്ലേലൂയ, അവബോധമാണ്. ഞാൻ ഒന്നുമില്ലെന്നുള്ള ഒരു അവബോധം, ഞാൻ ഒന്നുമായിട്ടില്ല എന്നുള്ളൊരു അവബോധം, അത് നമ്മുടെ ആത്മീക ജീവിതത്തെ മഹത്വത്തിലേക്ക് നയിക്കും. അത് നമ്മുടെ ആത്മീക ജീവിതത്തെ ശ്രേഷ്ഠതയിലേക്ക് നയിക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. റെവലേഷന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു, സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക, ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രമുള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ജീവനുള്ളവൻ എന്ന നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. ഇവിടെ ഒരു സഭയുടെ ചിത്രം, സഭയുടെ നാഥനാകുന്ന കർത്താവ് സ്തോത്രം ചെയ്യുന്നു. നോക്കിയിട്ട് പുറമേ പലതും പറയാനും പ്രശസ്തി പറയാനുമുള്ള ഒരു സഭയുടെ ചിത്രം നമുക്കിവിടെ കാണുവാനായി സാധിക്കുന്നു. കർത്താവ് ആ സഭയെ നോക്കിയിട്ട് സഭയോട് പറയുന്നത്, ജീവനുള്ളവൻ എന്ന നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാ. സ്തോത്രം. പലപ്പോഴും നമ്മളും അങ്ങനെയല്ലേ, ഒരു പഴയ പേരിൻ്റെ മുഖത്ത് ഒരു പഴയ ഒരു പ്രാർത്ഥനാ ജീവിതം, പഴയ ഒരു ആത്മീക നിലവാരത്തിൻ്റെ ഓർമ്മയിൽ അങ്ങ് മുമ്പോട്ട് പോവുകയാണ്. എന്നാൽ ഈ പകൽക്കാലം ഞാൻ ഒന്നുമില്ല കർത്താവെ എന്ന ദൈവകരങ്ങൾ സമർപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ കർത്താവിന് നമ്മളെ വീണ്ടും പണിയുവാനുണ്ട്. ശ്രദ്ധിക്കണമേ, അപ്പോസ്തലനായ പൗലോസ് ഇവിടെ തനിക്ക് ക്രിസ്തുവിൽ വളരെ ഉറപ്പുണ്ട്. ഹി ഈസ് സാറ്റിസ്ഫൈഡ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. യേശുവിൽ തൃപ്തനാണ് എന്ന് പറഞ്ഞാൽ യേശു സകലതും പൂർത്തീകരിച്ചു. കൽവറി ക്രൂശിൽ യാഗമാകുന്ന കർത്താവ് അവസാനമായി ഇങ്ങനെ പറയുന്നു, സകലതും നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് തൻ്റെ പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്തതായി വായിക്കുന്നു. യേശു ക്രിസ്തുവിൽ സകലതും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇനി അവിടെ പൂർത്തീകരിക്കപ്പെടാൻ ഒന്നുമില്ല. എന്നാൽ നമ്മുടെ ജീവിതം ആ ക്രിസ്തു എന്ന തലയോളം വളരേണ്ടതിന് അനുദിനം നാം പണിയപ്പെടേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. പലരും തങ്ങളെ തന്നെ താരതമ്യം ചെയ്യുന്ന മറ്റുള്ളവരോടാണ്. മറ്റുള്ളവരെക്കാട്ടിൽ ഞാൻ കുറച്ചും കൂടെ ആത്മീയ നിലവാരമുള്ളവനാണ് എന്ന് നമ്മൾ ചിന്തിക്കും. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ആരുമായിട്ടും തന്നെ താരതമ്യം ചെയ്യുന്നില്ല. ഇനിയും പൗലോസ് ഇവിടെ ആരുമായിട്ടും കാണാൻ താരതമ്യം ചെയ്തിരുന്നുവെങ്കിൽ തനിക്ക് ചിന്തിക്കാമായിരുന്നു, മറ്റു പലരെക്കാട്ടിൽ ഞാൻ ശ്രേഷ്ഠനാണെന്ന്. എന്നാൽ പരിപൂർണനായ ക്രിസ്തുവിനോട് നോക്കുമ്പോൾ തൻ്റെ ജീവിതം ഒന്നുമില്ലെന്നുള്ളത്, ആ പെർഫെക്ഷനിലേക്ക് താൻ എത്തിയിട്ടില്ല എന്നുള്ളത് താൻ മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഇനിയും ക്രിസ്തുവിൽ വളരേണ്ടതായിട്ടുണ്ട്, ഞാൻ ഇനിയും കർത്താവിനോട് ഉണ്ടെന്നുള്ളൊരു ബോധ്യം നമ്മുടെ മനസ്സിനെ ഭരിക്കുവാൻ ഇടയാകട്ടെ. തികഞ്ഞവനായി എന്നോ ലഭിച്ചു കഴിഞ്ഞു എന്നുള്ളതല്ല. ഇവിടെ സർദീസ് സഭ, ആത്മനാഥനാകുന്ന കർത്താവ് തൻ്റെ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളിലൂടെ സഭയെ നോക്കുമ്പോൾ, ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഉണർന്നു കൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിന്റെ പ്രവൃത്തിയെ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. പ്രിയരെ, മറ്റുള്ളവരെ ബോധിപ്പിക്കാനല്ല, മറ്റുള്ളവരെങ്ങനെ വിധി എഴുതുന്നുള്ളതല്ല, ദൈവസന്നിധിയിൽ പൂർണ്ണതയുള്ളൊരു ജീവൻ നയിക്കുവാൻ, ദൈവസന്നിധിയിൽ പ്രസാദത്തിനൊത്തവണ്ണം ജീവിപ്പാൻ നമുക്ക് ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന് സ്തോത്രം. റെവലേഷന്റെ പുസ്തകം തന്നെ 3-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ
ലവോദിക്ക സഭയിലേക്കുള്ള ദൂത് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നു, ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല. സഭ നോക്കുമ്പോൾ ധനവാനാണ്, സമ്പന്നനാണ്, പദവികളുണ്ട്, സ്ഥാനമാനങ്ങളുണ്ട്. ഞാൻ ഈ സഭ എന്ന് പറയുമ്പോൾ ദൈവമക്കളൊരു കാര്യം മനസ്സിലാക്കണം. എന്താണ് സഭ? വ്യക്തികളാണ് സഭ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവി ഉള്ളവൻ കേൾക്കട്ടെ. ദൂത് സഭകളോടാണ് പറയുന്നത്, പക്ഷെ കേൾക്കേണ്ടതും ഏറ്റെടുക്കേണ്ടതും വ്യക്തിപരമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ഈ കൊറോണയുടെ കാലത്ത് സഭയാകുന്ന എൻ്റെ ജീവിതം ആത്മനാഥനാകുന്ന കർത്താവ് ഒന്ന് ശോധന ചെയ്യുമ്പോൾ അതെങ്ങനെ ഇരിക്കുന്നു എന്ന് വിചിന്തനം ചെയ്യുന്നത് ഈ പകൽ അനുഗ്രഹമാണ്. ഞാൻ സമ്പന്നൻ, ഞാൻ ധനവാൻ, ഹല്ലേലൂയ, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ കണ്ണിലൂടെ നോക്കിയപ്പോൾ എങ്ങനെയാ കാണുന്നത്? നിർഭാഗ്യനും, അരിഷ്ടനും, ദരിദ്രനും, കുരുടനും, നഗ്നനുമെന്ന്. ഹല്ലേലൂയ. കർത്താവിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. വിശുദ്ധിയുടെ വസ്ത്രത്തിന് കോട്ടം വരാത്തവരായി കർത്താവിൻ്റെ വരവിനെ നോക്കി പാർക്കുന്ന പ്രത്യാശയുള്ള ജനമായി തീരുവാൻ ഈ പകൽ നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവിതത്തിൽ തൃപ്തി അടയുന്ന ഒരനുഭവമല്ല. എന്നെ ചിന്തിപ്പിക്കുന്ന ഭാഗങ്ങളെ പറഞ്ഞ് മുമ്പോട്ട് പോകട്ടെ. സ്വർണ്ണ സഭയ്ക്ക് ദൂത് എഴുതുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു, കർത്താവ് പറയുന്നു, 9-ാം വാക്യം, 2-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 9-ാം വാക്യം, ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും അറിയുന്നു. സഭ വളരെ കഷ്ടത്തിലൂടെ പോകുന്നത്. ലോകത്തിൽ പ്രശസ്തിയോ പദവിയോ മനുഷ്യൻ്റെ മുമ്പിൽ ഭയങ്കര അംഗീകാരമോ ഒന്നും സ്വർണ്ണ സഭയ്ക്കില്ല. ദൈവത്തിന് സ്തോത്രം. പക്ഷെങ്കിൽ കർത്താവ് പറയുന്നു, നീ ധനവാനാകുന്നു താനും. ഹല്ലേലൂയ. ലോകത്തിന് മുമ്പിൽ കഷ്ടതയാണ്, ദാരിദ്ര്യമാണ്, അപമാനമാണ്. പക്ഷെ കർത്താവിൻ്റെ കണ്ണിലൂടെ സ്വർണ്ണ സഭയെ നോക്കിയപ്പോൾ നീ ധനവാനാണ്. ലോകത്തിലെ ധനങ്ങളല്ല ദൈവസന്നെ ശ്രേഷ്ഠമായിരിക്കുന്നത്. ഇവിടുത്തെ അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞു, എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ചപ്പന്നും ചവർന്നും എണ്ണുന്നു. ഈ ലോകത്തിലെ സകലതും വേസ്റ്റ് എന്ന് കണ്ടിട്ട് കർത്താവിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുവാൻ, ഹല്ലേലൂയ, സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച ഒരു നിധിയോട് സദൃശം അല്ലേ? അതൊരു മനുഷ്യൻ കണ്ടു, തൻ്റെ സന്തോഷത്താൽ ചെന്നു. നാളെ ആകട്ടെ എന്ന് ഓർത്തില്ല. ഹല്ലേലൂയ. പ്രിയരേ, നിത്യത വിലപ്പെട്ടതാ. ഈ കൊറോണയുടെ കാലഘട്ടത്തിൽ നമ്മുടെ ചുറ്റുപാടിൽ ആയിരക്കണക്കിന് ആളുകൾ നമ്മളെ പോലെയുള്ളവർ, ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല, ഓരോ ദിവസവും ലോകത്തോട് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നാളെ നമ്മുടെ അന്ത്യം എങ്ങനെയാണെന്ന് അറിയത്തില്ല. ചിലപ്പോൾ കൊറോണയിലൂടെ ആകാം, ചിലപ്പം ഏതെങ്കിലും ഒരു മുഖാന്തരത്തിലൂടെ ആകാം. പക്ഷെങ്കിൽ നിത്യത അത് യാഥാർത്ഥ്യമാണ്. ദൈവവചനം സത്യമാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആ മനുഷ്യൻ തൻ്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെ ആ വയൽ വാങ്ങണം കേട്ടോ. നിത്യത സ്വന്തമാക്കണം. പ്രൈസ് ദി ലോർഡ്. സാറ്റിസ്ഫൈഡ് ആയിട്ട് പോകുവാനല്ല, ആത്മീക ജീവിതം പണിയപ്പെടുവാൻ ഈ പകൽ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. ഒരു സ്വയബോധം, അവബോധം, മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുവാനല്ല. ലഭിച്ചു എന്നോ സ്തോത്രം, നേടിയെന്നോ എന്നുള്ളതല്ല. ഹല്ലേലൂയ. എനിക്കും അത് പ്രാപിക്കാമോ എന്ന് വെച്ച്, ഹല്ലേലൂയ, സ്തോത്രം, യേശുക്രിസ്തുവിനായി പിടിക്കപ്പെട്ടു, എനിക്കത് പിടിക്കാമോ എന്ന് വെച്ചുകൊണ്ട് ഞാൻ പിന്തുടരുന്നതേയുള്ളൂ. പൗലോസിന്റെ അനുഭവം അതാണെങ്കിൽ നമ്മുടെ ഈ അനുഭവം എപ്രകാരമായിരിക്കണം. സ്തോത്രം. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ ശിംശോനെ കുറിച്ച്, സാംസണെ കുറിച്ച് അവിടെ ഇങ്ങനെ വായിക്കുന്നു. ഉടനെ അവൻ ഉറക്കമുണർന്നു, യഹോവയായ ദൈവം തന്നെ വിട്ടു എന്നറിയാതെ ഞാൻ മുമ്പലത്തെ പോലെ കുടഞ്ഞു കളയും എന്ന് വിചാരിച്ചു. ഫെലിസ്ത്യനോ അവനെ പിടിച്ചു കണ്ണ് കുത്തിപ്പൊട്ടിച്ച് ഗസയിലേക്ക് കൊണ്ടുവന്ന് ചെമ്പു ചങ്ങല കൊണ്ട് അവനെ ബന്ധിച്ചു. പ്രിയരെ, ദൈവശക്തി നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് നാം തിരിച്ചറിയണം. ദൈവ സാന്നിധ്യം നമ്മളിലുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് എപ്പോഴും നല്ല ബോധ്യമുണ്ടാകണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെ ശിംശോൻ ഓർത്തു, എനിക്കിപ്പോഴും പഴയ ശക്തി ഉണ്ടെന്നോർത്തു. നഷ്ടപ്പെട്ട കൃപകൾ മനസ്സിലാക്കിയില്ല. പലപ്പോഴും പഴയതിൻ്റെ ഓർമ്മയിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, ഹല്ലേലൂയ, നമ്മുടെ ആത്മീക ജീവിതം ഒരു പരാജയമാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമ്മൾ എങ്ങനെ ഇരിക്കുന്നു? ഹല്ലേലൂയ. അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, ഞാൻ ഇന്ന് എനിക്ക് മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ദൈവമക്കൾ എന്നോട് ചേർന്ന് പറയാമോ? ഇന്ന് എനിക്ക് മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഇനി എനിക്ക് വളരേണ്ടതായിട്ടുണ്ട്. ഇനി എനിക്ക് ക്രിസ്തുവിൻ്റെ പക്വതയിലേക്ക് അടുത്തു വരേണ്ടതായിട്ടുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. ഇനി കാഹളമെന്ന് ധ്വനിച്ചാൽ എനിക്ക് നിത്യകൂടാരത്തിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന് വേണ്ടി, യേശു ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിക്കാൻ വേണ്ടി, ഹല്ലേലൂയ, സ്തോത്രം, എനിക്ക് ചിലത് മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. ലഭിച്ചു എന്നോ തികഞ്ഞവനായി തീർന്നു എന്നല്ല, ഇവിടെ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ആണ് കാണുന്നത്.
ഒരു ഹോളി ഡിസാറ്റിസ്ഫാക്ഷൻ. ഇറ്റ് ഈസ് നെസസറി ഫോർ എ സ്പിരിച്വൽ പ്രോഗ്രസ്. ഒരാത്മീയ അഭിവൃദ്ധിക്ക് വേണ്ടി ഹല്ലേലൂയ ഒരു ദരിദ്രാവസ്ഥ, അവബോധം, സെൽഫ് കോൺഷ്യസ് ഏറ്റവും ആവശ്യമാണ്. നാം ഒന്നുമില്ലെന്ന് തിരിച്ചറിഞ്ഞ്, നമ്മുടെ ദൈവം വലിയവനും മഹത്വമുള്ളവനാണെന്ന് തിരിച്ചറിഞ്ഞ് ഓരോ ദിവസവും അവിടുത്തെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നുവെങ്കിൽ പുതിയ കൃപ ദൈവം തരും, പുതിയ അഭിഷേകം ദൈവം പകരും. പുത്തൻ ബലം ദൈവം തരും. ഈ കാഴ്ചപ്പാടുള്ളവരെയാണ് ദൈവം മുമ്പോട്ട് നയിക്കാനായിട്ട് പോകുന്നത്. സ്തോത്രം. അവരിലൂടെയാണ് ദൈവത്തിന് തൻ്റെ വൻകാര്യങ്ങളെ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പഴയ ഓർമ്മയിൽ ജീവിപ്പാനല്ല. ഇന്ന് നമ്മുടെ ജീവിതം എങ്ങനെ ഇരിക്കുന്നു, പ്രത്യേകിച്ച് ഈ ഒരു കൊറോണയുടെ കാലഘട്ടത്തിൽ പുത്തൻ തീരുമാനങ്ങൾ എടുത്ത്, പുത്തൻ പ്രതിഷ്ഠകളെടുത്ത് ദൈവസന്നിധിയിലേക്ക് അടുക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പോസ്തലനായ പൗലോസിനെ പോലെ നമ്മുടെ ആത്മീക ജീവിതത്തിൽ തൃപ്തി അടഞ്ഞ് മതി എന്ന് പറഞ്ഞു പോകുവാനല്ല. കർത്താവേ, അങ്ങ് ആഗ്രഹിക്കുന്ന ആ ശ്രേഷ്ഠത എനിക്ക് പ്രാപിക്കണം, അങ്ങ് ആഗ്രഹിക്കുന്ന പദവിയിലേക്ക് എനിക്ക് എത്തണം എന്നുള്ള ആഗ്രഹത്തോടെ, വാഞ്ചയോടുകൂടെ ഒരുമിച്ച് നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. ഈ കാലഘട്ടത്തിനപ്പുറമായി ഒരു ദൈവപ്രവൃത്തി ദൈവം അയക്കാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇതിനപ്പുറമായി ഒരു ദൈവമഹത്വത്തിന്റെ നാളുകൾ സഭയ്ക്ക് വേണ്ടി ദൈവം നൽകാൻ പോവുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഇനി കർത്താവിന്റെ വരവാണെങ്കിൽ സഭ നിത്യതയിൽ കർത്താവിനോട് ഒരുമിച്ച് വാഴാൻ പോവുകയാണ്. നമുക്ക് ഒരുമിച്ച് സമർപ്പിച്ചു കൊടുക്കാം. നാളത്തേക്കിന് മാറ്റിവെക്കാതെ ഇന്ന് തന്നെ ആ ശുഭദിനമായി തീരട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, നല്ല പകലിനായി കർത്താവിനെ സ്തുതിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യത്തിലും മഹത്വത്തിലും ഞങ്ങളുടെ ആത്മീക നിലവാരത്തിന്റെ ശൂന്യത തിരിച്ചറിഞ്ഞു, അപ്പോൾ തന്നെ അങ്ങയുടെ മഹത്വവും മനസ്സിലാക്കി അങ്ങയ്ക്ക് വേണ്ടി ജീവിപ്പാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപ നൽകണമേ. വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ കൊറോണയുടെ കാലഘട്ടത്തിൽ ദൈവസഭയ്ക്ക്, കുടുംബങ്ങൾക്ക് ആവശ്യമാകുന്ന സമാധാനവും സ്വസ്ഥതയും നൽകി എല്ലാവരെയും കർത്താവ് പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ തീരുമാനങ്ങൾ എടുത്ത്, പ്രതിഷ്ഠകളെടുത്ത് ആത്മീയ ജീവിതം പണിയപ്പെടാൻ വേണ്ടി ഏൽപ്പിക്കുവാൻ എല്ലാവർക്കും കൃപ നൽകും. അടിയനെ സമർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ പരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളേവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ഗാഡ് ബ്ലെസ് യു. ും